നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എത്തും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ തം ഫിംഗറിൽ ഇതേപോലെ പെയിൻ്റ് ആക്കി കൊടുക്കാം. റെഡ് കളർ പെയിൻ്റാണ് ആക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതേപോലെ പേപ്പറിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ചെറുതായിട്ട് ചിരിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്ലാക്ക് കളർ പെന്നായിട്ട് കണ്ണ് വരച്ചെടുക്കാം. ഇനി നമുക്കിതിന് മൂക്ക് വരച്ചെടുക്കാം. ട്രയാങ്കിൾ ഷേപ്പ് പോലത്തെ നോസാണ് വരയ്ക്കേണ്ടത്. ഇതിന് മൗത്ത് വരച്ചെടുക്കാം. ഇനി രണ്ട് സൈഡിലേക്കും ഇതേപോലെ 3 ലൈൻസ് വരച്ചെടുക്കാം ഫേസിന്. അപ്പോൾ നമ്മളൊരു എനിമലിൻ്റെ ഫേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ തമ്പ് ഫിംഗറിനെ പിന്നെയും റെഡ് കളർ പെയിൻ്റ് ആക്കി കൊടുക്കാം. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു തമ്പ് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ സൈഡിലും സ്ട്രെയിറ്റ് ആയിട്ട് തമ്പ് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് കളർ പെന്നായിട്ട് നടുവിൽ ഒരു ലൈൻ വരച്ചെടുക്കാം, കുറച്ച് കട്ടിയിൽ. ഇനി അതിൻ്റെ മേലെ നമുക്ക് ഒരു റൗണ്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ 2 ലൈനും വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തമ്പുമ്പോൾ പിന്നെയും റെഡ് കളർ പെയിൻ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കുറച്ചുകൂടി വലുതായിട്ട് തമ്പ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് കർവിൽ ഇയേഴ്സ് വരച്ചെടുക്കാം. ഈ സൈഡിലേക്കും തിരിച്ചിട്ട് ഇയേഴ്സ് വരച്ചെടുക്കാം. ഇനി അടിയിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് ടെയിൽ വരച്ചെടുക്കാം. അതിൻ്റെ അടിയിൽ 2 സെമി സർക്കിൾ പോലത്തെ കാല് വരച്ചെടുക്കാം. അതിന് 2 കണ്ണ് വരച്ചെടുക്കാം. അതിന് നോസും മൗത്തും വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സൈഡിൽ 3 ലൈൻസ് ഇങ്ങോട്ട് വരച്ചെടുക്കാം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ 3 ലൈൻസ് ഈ സൈഡിലേക്കും വരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ എനിമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെയും റെഡ് കളർ പെയിൻറ് നമ്മൾ തമ്പയുമൊക്കെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തമ്പ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്ലാക്ക് കളർ പെന്നായിട്ട് നമുക്ക് ഇതേപോലെ റെക്റ്റാങ്കിൾ പോലത്തെ ഷേപ്പ് വരച്ചെടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ കർവ് ആയിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈന് വരച്ചെടുക്കാം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലും റെക്റ്റാങ്കിൾ പോലത്തെ ഷേപ്പ് വരച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ കർവിങ്ങിട്ടുള്ള ഷേപ്പ് പോലെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെയും തമ്പുമ്പോൾ റെഡ് കളർ പെയിൻ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഗ്രാസ് ഒക്കെ വരയ്ക്കില്ലേ, അതേപോലത്തെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ തമ്പ് പ്രിൻ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലൈൻസ് വരച്ചെടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തമ്പുമ്പോൾ പിന്നെയും റെഡ് കളർ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ സെമി സർക്കിൾ പോലെ വരച്ചെടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് ഹാറ്റ് വരച്ചെടുക്കാം. നമുക്കിതിന് കണ്ണ് വരച്ചെടുക്കാം. നമുക്ക് ട്രയാങ്കിൾ ഷേപ്പ് പോലെ നോസ് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഹാൻഡ് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ കർവ്ഡ് ലൈൻസ് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്നോമാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തമ്പ് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പെന്നായിട്ട് ഇതേപോലെ കർവിങ് ഷേപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ വരക്കാം. അതേപോലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വരച്ചെടുക്കാം. നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തട്ടിക്കുന്ന രീതിയിൽ ലൈൻ വരക്കാം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ആ ലൈനുമ്പോൾ തട്ടുന്ന രീതിയിൽ വരക്കാം. എന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ലൈൻ വരച്ചെടുക്കാം. ഇവിടെ ഇങ്ങനെ കർവിങ് വരച്ചെടുക്കാം. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇതേപോലെ സ്റ്റെം വരച്ചെടുക്കാം. നമ്മൾ വരച്ചതൊക്കെ നന്നായി ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടം വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.